ടൂൾ മനസ്സിലായി. ജസ്റ്റ് ടൂളൊന്നും അതിന് എല്ലാ ടൂളൊന്നും നോക്കി നോക്കി പോവാം. ഓക്കെ, എക്സ്ട്രൂഷൻ കുഴപ്പമില്ലല്ലോ. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് റിവോൾവ് നോക്കാം. നെക്സ്റ്റ് റിവോൾവ്, സോളിഡ് റിവോൾവ്. ഒരു ആക്സസ് ലൈൻ ഉണ്ടാവും, നമ്മളൊരു പാത്ത് വരച്ച് കഴിഞ്ഞ് ചുറ്റോറും 360 ഡിഗ്രി റിവോൾവ് ചെയ്യും. ജസ്റ്റ് ആ വീഡിയോ നോക്കിയാൽ തന്നെ മനസ്സിലാവും. ഒരു ആക്സസ് ലൈൻ ഉണ്ട്, അതിൽ നമ്മളൊരു പാത്ത് വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ആക്സസ് ലൈൻ ബേസ് ചെയ്തിട്ട് റൊട്ടേറ്റ് ചെയ്ത് വരും. ഓക്കെ, നമുക്കൊന്ന് സ്കെച്ച് ചെയ്ത് നോക്കാം. റിവോൾവ് എടുത്തു, സെയിം ടൂൾ തന്നെ, ഡ്രോ ടൂൾസ് ആക്ടിവേറ്റ് വരും. ഞാൻ ഏതെങ്കിലും ഒരു എലിവേഷനിൽ പോവാന്ന് വിചാരിച്ചു. ഞാൻ ഫ്രണ്ട് വ്യൂ എടുത്തു, ഞാൻ ഈ ലൈൻ ടൂൾ എടുത്തു. ക്രിയേറ്റ് റിവോൾവ്, ലൈൻ ടൂൾ എടുത്തു. ഞാനൊരു ക്ലോസ്ഡ് ഒബ്ജക്റ്റ് സ്കെച്ച് ചെയ്യണം. ഓക്കെ, ഇങ്ങനെയാണ് ഞാൻ ഒബ്ജക്റ്റ് ഒരു ക്ലോസ്ഡ് ഏരിയ വരച്ചു. ബൗണ്ടറി ലൈൻ യൂസ് ചെയ്തിട്ട് നെക്സ്റ്റ് ആക്സസ് ലൈൻ എടുത്തു. ഞാൻ ഈ ആക്സസ് ലൈൻ പിക്ക് ചെയ്തു. അത് 2 ലൈൻ പിക്ക് ചെയ്തു, നമ്മൾ മിറർ ഒക്കെ ചെയ്യുന്നതാണ്. 2 ലൈൻ പിക്ക് ചെയ്തു. അപ്പൊ ഈ ലൈനെ ബേസ് ചെയ്ത് റൊട്ടേറ്റ് ചെയ്ത് വരും, മെറ്റീരിയൽ ആഡ് ആയിട്ട് വരും. ജസ്റ്റ് ഓക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഫ്രണ്ട് വ്യൂ ഇങ്ങനെ ഉണ്ടാവും കാണാനായിട്ട്, അല്ലെങ്കിൽ ലെഫ്റ്റ് ഇങ്ങനെ ഉണ്ടാവും. 3D നോക്കുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ ഉണ്ടാവും. സെലക്ട് ചെയ്യണേ ഇതാ സ്റ്റാർട്ട് ആംഗിൾ, എൻഡ് ആംഗിൾ. മറ്റേത് എക്സ്ട്രൂഷൻ ആണ്, ഇത് ആംഗിൾ 0 to 360 ഡിഗ്രി. ഇപ്പൊ എനിക്ക് നമുക്ക് വേണമെങ്കിൽ ആംഗിൾ കൺട്രോൾ ചെയ്യാൻ പറ്റും 180 ഡിഗ്രി. ഓക്കെ അല്ലേ? സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ സ്റ്റാർട്ട് ആംഗിളും ഉണ്ട്, എൻഡ് ആംഗിളും ഉണ്ട്. അതിൽ നമുക്ക് കൺട്രോൾ ചെയ്യാം. ഓക്കെ, നമ്മൾ എങ്ങനെ ഒബ്ജക്ട് വരയ്ക്കുന്നത് അതുപോലെ ഉണ്ട്. അപ്പൊ എനിക്കിപ്പോ എഡിറ്റ് ചെയ്യാം. എഡിറ്റ് റിവോൾവ്. ഓക്കെ, ഞാൻ ഇനി വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ജസ്റ്റ് ഒരു ഓഫ്സെറ്റ് എടുത്ത് ഞാൻ ഇതിനെ ഓഫ്സെറ്റ് ചെയ്യാന്ന് വെച്ചു. ക്ലോസ്ഡ് ആയിരിക്കണം എന്ന് മാത്രം. ഓക്കെ, ആക്സസ് ലൈൻ ഞാൻ ഈ ആക്സസ് ലൈൻ തന്നെ യൂസ് ചെയ്യണം. ഷോർട്ട് എടുക്കണമെങ്കിൽ നമുക്ക് ഇങ്ങനെ വരും. ഓക്കെ, 180 ആയതുകൊണ്ടാണ് 360. ഓക്കെ, വൈഫൈ ആണെങ്കിൽ നമുക്ക് ഇതാ കറക്റ്റ്. ഓക്കെ, റിവോൾവ്. നമുക്ക് ഒബ്ജക്ട് എങ്ങനെ വേണോ, അപ്പൊ ഇതിന്റെ ടോപ്പ് വ്യൂ ആണ് ഇത്. അപ്പൊ നമ്മൾ പ്രൊജക്റ്റിലേക്ക് കൊണ്ടുവയ്ക്കുമ്പോൾ അതിന്റെ ടോപ്പ് വ്യൂ ഇങ്ങനെ ആയിരിക്കും അല്ലെ, ഫ്രണ്ട് വ്യൂ ഇങ്ങനെ. അപ്പൊ നമുക്ക് ഒബ്ജക്ട് എങ്ങനെ വേണോ അതിനെ യൂസ് ചെയ്തിട്ട് സ്കെച്ച് ചെയ്താൽ മതി, മോഡൽ ചെയ്താൽ മതി. ഇനി നെക്സ്റ്റ് സ്വീപ്പ് എന്ന് പറയുന്ന ഒരു ടൂളാണ്. സ്വീപ്പ്, സോളിഡ് സ്വീപ്പ്. ഒരു പാത്ത് ഉണ്ട്, ഒരു പ്രൊഫൈൽ ഉണ്ട്. ഓക്കെ, ജസ്റ്റ് ഞാൻ ഒരു തവണ ഞാനൊന്ന് സ്കെച്ച് ചെയ്ത് കാണിച്ചു. ഞാൻ സ്വീപ്പ് എടുത്തു. ഇവിടെ സ്കെച്ച് പാത്ത് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. ഈ സ്കെച്ച് പാത്ത് ഞാൻ പിക്ക് ചെയ്തു. ഞാൻ ഏതെങ്കിലും ടൂൾസ്, ലൈനോ റെക്ടാങ്കിളോ ഓപ്പൺ ആയാലും കുഴപ്പമില്ല. സപ്പോസ് ഞാൻ ലൈൻ എടുക്കാം. ലൈൻ ഞാൻ ഇങ്ങനെ സ്കെച്ച് ചെയ്തു. ഈ ലൈനിന് പെർപെൻഡിക്കുലർ ആയിട്ടൊരു പ്ലെയിനോട് കിടപ്പുണ്ട്. ഇതാണ് ആക്ച്വലി പ്ലെയിൻ ആണത്. 3D എടുക്കുവാണെങ്കിൽ ഒന്നുകൂടി ക്ലാരിറ്റി ഉണ്ടാവും കേട്ടോ. ഇപ്പൊ നമ്മളിപ്പോ സ്കെച്ച് ചെയ്ത ലൈനാണിത്. ആ ലൈന് പെർപെൻഡിക്കുലർ ആയിട്ടൊരു പ്ലെയിൻ ഉണ്ട്. ഇനി ഞാൻ ആ പ്ലെയിനിൽ ഒരു പ്രൊഫൈൽ വരയ്ക്കുകയാണ്. ജസ്റ്റ് ഓക്കെ കൊടുക്കുക, എഡിറ്റ് പ്രൊഫൈൽ. നമ്മളിപ്പോ ഞാൻ റൈറ്റ് വ്യൂ എടുത്തു. ഞാൻ എന്തെങ്കിലും ഒരു പ്രൊഫൈൽ വരയ്ക്കാന്ന് വെച്ചു. ഓക്കെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇനി ഞാൻ എന്ത് ചെയ്തപ്പോ ആദ്യം ഞാനൊരു പ്ലെയിൻ വരച്ചു. ആ പ്ലെയിനിന് പെർപെൻഡിക്കുലർ പ്ലെയിൻ, ആദ്യം ഞാനൊരു പാത്ത് സ്കെച്ച് ചെയ്തു. അതിനുശേഷം ആ പ്ലെയിനിൽ ഒരു പ്രൊഫൈൽ റൂട്ട് ചെയ്തു. സ്റ്റോക്ക് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ചെറുതായി പോയി. ജനറേറ്റ് ആയി. ഓക്കെ, ഞാൻ ഇവിടെ കാണിച്ചു തരാം. ക്രിയേറ്റ് സ്വീപ്പ് സ്കെച്ച് പാത്ത്. പാത്ത് എങ്ങനെയായിക്കോട്ടെ. ഇപ്പൊ ഞാൻ സർക്കുലർ ഷേപ്പാന്ന് ഞാൻ ചോദിച്ചു. ഓക്കെ, ഇനി ഇതിന് പെർപെൻഡിക്കുലർ ഒരു പ്ലെയിനോട് കിടപ്പുണ്ട്. ജസ്റ്റ് ഓക്കെ കൊടുക്കുക, എഡിറ്റ് പ്രൊഫൈൽ.
ഏതെങ്കിലും എലിവേഷനിലോട്ട് പോവുക, ഐദർ റൈറ്റ് ഓർ ലെഫ്റ്റ്. അപ്പൊ ഇതാണ് നമ്മുടെ പ്ലെയിൻ. അപ്പൊ ഞാൻ ഇവിടെ എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റ് വരച്ചു എന്ന് വെച്ചു, സേ ലൈക്ക് എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റ്. ക്ലോസ് ആയിരിക്കണം. സ്റ്റോക്ക് എടുത്തു, ഓക്കെ എടുത്തു. മനസ്സിലാവണ്ടേ? അതിപ്പോ ചെയ്തത് മനസ്സിലായില്ലോ. നേരത്തെ ഒരു പിന്നെ ഇതായിരുന്നു. അതെ, അതായത് ഇപ്പൊ സാർ ഞാൻ എന്താ ക്രിയേറ്റ് എടുത്തു, സ്വീപ്പ്, സ്കെച്ച് പാത്ത് എടുത്തു, ഞാനൊരു പാത്ത് റൂട്ട് ചെയ്തു. ഇതാണ് എന്റെ പാത്ത്. അപ്പൊ ഈ പാത്തിന്, അതെ, റെക്ടാങ്കിൾ ഏത് ഷേപ്പ് ആണെങ്കിലും നമുക്ക് എടുക്കാം പാത്ത്. ഇനി ആ പാത്തിന് പെർപെൻഡിക്കുലർ ആയിട്ടൊരു പ്ലെയിൻ ഇവിടെ ഉണ്ട്. 3D ഗണി കാണാൻ കണ്ടോ? ഇതാണ് ആ പ്ലെയിൻ, മനസ്സിലായോ? അതാ ഈ പ്ലെയിനാണ് നമ്മൾ ടോപ്പ് വ്യൂ കാണുന്നത്. ഇനി ജസ്റ്റ് ഞാൻ ഓക്കെ എടുത്തു. ഇനി ഈ പ്ലെയിനിൽ വേണം എനിക്കൊരു പ്രൊഫൈൽ വരയ്ക്കാനായിട്ട്. ആദ്യം നമ്മളൊരു പാത്ത് റൂട്ട് ചെയ്തു, അതിനുശേഷം ഒരു പ്രൊഫൈൽ വരയ്ക്കണം. എഡിറ്റ് പ്രൊഫൈൽ, ലെഫ്റ്റ്, അതായത് ഇതാണ് ലെഫ്റ്റ് വ്യൂ, റൈറ്റ് വ്യൂ. അപ്പൊ ഈ വ്യൂവിൽ പോയാലാണ് നമുക്ക് ഇതിൽ വരയ്ക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ ഐദർ ലെഫ്റ്റ് ഓർ റൈറ്റ് എടുത്തു, ഓപ്പൺ വ്യൂ എടുത്തു. ഇനി ഞാൻ അതിനകത്ത് നേരത്തെ ഒരു സി ചാനലാണ് ഞാൻ വരച്ചത്, അല്ലെങ്കിൽ ഒരു സി ചാനൽ ഞാൻ നേരത്തെ വരയ്ക്കുന്നു. മിറർ ചെയ്യാം. ഓക്കെ, അപ്പോ 3D കോണിങ് കാണാൻ പറ്റും. ആദ്യം നമ്മളൊരു പാത്ത് റൂട്ട് ചെയ്തു, അതിനുശേഷം ആ പാത്തിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള പ്ലെയിനിൽ പ്രൊഫൈൽ റൂട്ട് ചെയ്തു. ജസ്റ്റ് ഓക്കെ കൊടുക്കുകയാണെങ്കിൽ അതാ. ഓക്കെ, എഡിറ്റ് ഷിപ്പ് കൊടുത്തു കഴിഞ്ഞാൽ മനസ്സിലാവും. ആദ്യം നമ്മളൊരു പാത്ത് ഇങ്ങനെ അതിന് പെർപെൻഡിക്കുലർ പ്ലെയിനിൽ നമ്മളൊരു ഒബ്ജക്ട് അല്ലെങ്കിൽ ഒരു പ്രൊഫൈൽ വരച്ചു കൊടുത്തു. ഞാൻ പ്രൊഫൈൽ ത്രൂ ഔട്ട് ആയിട്ട് ഇങ്ങനെ എക്സ്ട്രൂഡ് ചെയ്ത് വരും. അത്രേ ഉള്ളൂ. ക്ലിയർ ആണോ? ഇപ്പൊ ഇതിന്റെ യൂസ് ഒക്കെ വരുന്നത് ഇപ്പൊ നമുക്ക് മറ്റേ റൂഫ് കർബോ അല്ലെങ്കിൽ നമുക്ക് ചാനലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ റൂട്ട് ചെയ്യാനായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പൊ നമുക്കൊരു ചാനൽ റൂട്ട് ചെയ്യണം. നമുക്കൊരു ഫൗണ്ടേഷൻ ഉണ്ട്, നേരത്തെ പറഞ്ഞൊരു ഫൗണ്ടേഷൻ ഉണ്ട്, ഒരു 150 ഫൗണ്ടേഷൻ ഉണ്ടെന്ന് വിചാരിച്ചോളൂ. ഒരു ഫൗണ്ടേഷൻ ആണെന്ന് വിചാരിച്ചോളൂ. ഞാണെങ്കിൽ ഒരു മെറ്റീരിയൽ വെറുതെ കൊടുക്കാം. ഇതൊരു ഫൗണ്ടേഷൻ ആണ്. ഓക്കെ, ഈ ഫൗണ്ടേഷന്റെ മേലെ എനിക്കൊരു എച്ചിന്റെ ഫൗണ്ടേഷൻ ആണെന്ന് വിചാരിച്ചോളൂ, പ്ലിന്താന്ന് വിചാരിച്ചോളൂ. ഇനി എനിക്ക് ഒരു ചാനൽ ക്രിയേറ്റ് ചെയ്യണം. അതിനകത്ത് ഒരു സി ചാനൽ അല്ലെങ്കിൽ ഒരു ഐ ചാനൽ എന്തെങ്കിലും ക്രിയേറ്റ് ചെയ്യണം. ഞാൻ എന്ത് ചെയ്യുന്നു, ഒന്നെങ്കിൽ ഞാൻ സ്വീപ്പ് എടുത്തു, സ്കെച്ച് പാത്ത്, ഇങ്ങനെ പാത്ത് സ്കെച്ച് ചെയ്യണം. ഓക്കെ ഓക്കെ, എഡിറ്റ് പ്രൊഫൈൽ, ലെഫ്റ്റ് എടുത്തു. ഇനി ഞാൻ ഒരു സി ചാനൽ സ്കെച്ച് ചെയ്യാൻ വെച്ചു. ഡയമെൻഷൻ ഒന്നും നോക്കുക, വെറുതെ വരയ്ക്കുകയാണ്. ഓക്കെ എടുത്തു. നമ്മൾ ഓക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഫ്രീ എടുക്കുകയാണെങ്കിൽ അതാ. ഓക്കെ, നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് കോപ്പി ചെയ്ത് കോപ്പി ചെയ്യാം, മിറർ വേണമെങ്കിൽ മിറർ ചെയ്യാം. പിന്നെ റൊട്ടേറ്റ് ചെയ്യാം. ഇത് വേണമെങ്കിൽ എനിക്ക് എഡിറ്റ് ചെയ്യാം. സെലക്ട് ചെയ്യാം, എഡിറ്റ് സ്വീപ്പ് സെലക്ട് ചെയ്യാം. നമുക്കിത് ഇവിടെ വരെയാക്കാം.
ഞാൻ വെറുതെ ചുമ്മാ വരച്ചെന്നേ ഉള്ളൂ. ഓക്കെ, സ്വീപ്പ് നമുക്കിത് അത്യാവശ്യം യൂസ് വരും ഈ ടൂള്. സ്വീപ്പ് ക്ലിയർ അല്ലേ? ഹലോ ഹലോ. ക്ലിയർ ആ ഓക്കെ. Rajesh Vijay, do you have any doubts? Are you getting it? No doubt. Okay. Just once we complete these tools, we will try to prepare some families like from AHUs, FCUs, everything. Okay. No, man. അടുത്ത നമുക്ക് ഇത് ഓക്കെ ആണല്ലോ. എക്സ്ട്രൂഷൻ നോക്കി, നമ്മളിപ്പോൾ റിവോൾവ് നോക്കി, സ്വീപ്പ് നോക്കി, ഒറ്റ ടൂളേ ഉള്ളൂ, ബ്ലെൻഡ്. ഓക്കെ, നെക്സ്റ്റ് ടൂളാണ് ബ്ലെൻഡ്. നമുക്കിപ്പോൾ ഈ ഡിഫ്യൂസർ ഒക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ടൂളാണ്, യൂസ് ചെയ്യാൻ പറ്റുന്ന ടൂളാണ് ബ്ലെൻഡ് എന്ന് പറയുന്നത്. ഇതാ 2 ക്രോസ് സെക്ഷൻ അങ്ങോട്ട് വരച്ച്, ഇനി അത് രണ്ടും കൂടെ അങ്ങ് ജോയിൻ ആവും. ഓക്കെ സാർ, നമുക്ക് ബ്ലെൻഡ് എടുക്കാം. ജസ്റ്റ് നമുക്ക് സാധാരണ ഒരു സ്ക്വയർ ഡിഫ്യൂസർ വരയ്ക്കാം, വെറുതെ റിജിഡ് സാധാരണ ടൈപ്പ്. അതായത് ക്രിയേറ്റിൽ പോവുക, ബ്ലെൻഡ് എടുക്കുക. ഓക്കെ, നമുക്ക് 2 പ്ലെയിനിലാണ് നമ്മൾ സ്കെച്ച് ചെയ്യുന്നത്. 2 പ്ലെയിൻ എന്ന് പറയുന്നത്, ഇപ്പോൾ ഞാൻ ഒരു എക്സാമ്പിൾ പറയുവാണ്. ഇപ്പൊ നമുക്ക് ഇങ്ങനെ ഒരു പ്ലെയിൻ ഉണ്ടാവും, ഇങ്ങനെയും പ്ലെയിൻ ഉണ്ടാവും. ഇപ്പൊ ഇത് സെക്ഷൻ ആണേ. ഓക്കെ, അപ്പൊ ആദ്യം നമ്മൾ ബോട്ടം പ്ലെയിനിൽ വരയ്ക്കും, പിന്നെ നമ്മൾ ടോപ്പ് പ്ലെയിനിൽ വരയ്ക്കും. ഓക്കെ, റെഫറൻസ് ലെവലിൽ നിൽക്കാം, ക്രിയേറ്റ്, ബ്ലെൻഡ് എടുക്കുക. ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് ബോട്ടം പ്ലെയിനിലാണ്, അതാണ് ഇവിടെ എഡിറ്റ് ടോപ്പ് കാണുന്നത്. ഓക്കെ, അപ്പൊ ഞാൻ ബോട്ടം പ്ലെയിനിൽ ഒരു ചെറിയൊരു റെക്ടാങ്കിൾ ഞാൻ വരച്ചു, ലൈക്ക് ഒരു 600 by 600. ഇനി നമുക്ക് പ്രോപ്പർട്ടീസിനകത്ത് നമുക്ക് ഇവിടെ കണ്ടോ, ഫസ്റ്റ് എൻഡ് എന്ന് പറയുന്ന പാരാമീറ്റർ ഉണ്ട്, സെക്കൻഡ് എൻഡ് എന്ന് പറയുന്ന പാരാമീറ്റർ ഉണ്ട്. സെക്കൻഡ് എൻഡ് എന്ന് പറയുന്നതാണ് അടുത്ത പ്ലെയിൻ, അതായത് ഇതിന്റെ ഓഫ്സെറ്റ് വന്നിട്ട് 250 ആയിരിക്കും. ബോട്ടം പ്ലെയിൻ വന്നിട്ട് 0-ലും ടോപ്പ് പ്ലെയിൻ വന്നിട്ട് 250-ലാണ് നിൽക്കുന്നത്. ഓക്കെ, ഇനി ഞാൻ എഡിറ്റ് ടോപ്പ് കൊടുത്തു. എഡിറ്റ് ടോപ്പ് കൊടുക്കുമ്പോൾ ഇതൊന്ന് ഫെയ്ഡ് ആവും. ഇനി നമ്മൾ നിൽക്കുന്നത് ടോപ്പ് ലൈനിലാണ്, അതായത് 250-ലാണ് നമ്മൾ സ്കെച്ച് ചെയ്യുന്നത്. ഞാൻ എനിക്ക് മാറ്റി 150 അങ്ങനെ 150 ആക്കാം. എന്നിട്ട് ഞാൻ വേറെ റെക്ടാങ്കിൾ വരയ്ക്കും. നമുക്ക് വേണമെങ്കിൽ ഈ പിക്ക് ലൈൻ യൂസ് ചെയ്യാം. പിക്ക് ലൈൻ യൂസ് ചെയ്ത് നമ്മുടെ ഓഫ്സെറ്റ് കൊടുത്തു. ഞാനിപ്പോൾ സേ ഒരു ലൈക്ക് 150 കൊടുക്കുകയാണെങ്കിൽ ഈ ലൈനിന് 150 മാറി ഒരു കോപ്പി ചെയ്യാൻ വൈകിട്ട്. ഓക്കെ, ഇത്രയും കൊടുത്തു. ഓക്കെ എടുത്തു, 3 എടുത്ത് നോക്കും. ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യം ബോട്ടം പ്ലെയിൻ, അതായത് ഇവിടെ ഒരു റെക്ടാങ്കിൾ സ്കെച്ച് ചെയ്തു. കണ്ടപ്പോൾ ഇത് സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് എഡിറ്റ് ബേസും ഉണ്ട്, ടോപ്പും ഉണ്ട്. എഡിറ്റ് ബേസ്ഡാണ് നമ്മൾ ഈ റെക്ടാങ്കിൾ വരച്ചത്. ഓക്കെ, ടോപ്പിൽ നമ്മൾ ഇത് വരച്ചു. ഇത് രണ്ടും തമ്മിലുള്ള ഹൈറ്റ് ആണ് 150. അതായത് ഒരു സെക്ഷൻ എടുത്തു കഴിഞ്ഞാൽ ക്ലിയർ ആവും. അതിന് ഏതെങ്കിലും എലിവേഷനിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ ഇത് തമ്മിലുള്ള ഈ ഒരു ഹൈറ്റ് ആണ് ആക്ച്വലി 150. അത് എനിക്ക് പിന്നീട് വേണമെങ്കിൽ ചേഞ്ച് ചെയ്യാം. ഇപ്പൊ എനിക്ക് 100 ആക്കണേ 100 ആക്കാം. ഓക്കെ, ഇത് നമുക്ക് ഒരു ഹോളോ, ഞാൻ ഇപ്പൊ എഡിറ്റ് ബേസ് എടുത്തു. സപ്പോസ് ഞാൻ ഇങ്ങനെയാണ് സ്കെച്ച് ചെയ്യുന്നത് വെച്ചു, എനിക്കിതൊരു ഹോളോ ആയിട്ട് കാണും. ഞാൻ പിക്ക് ലൈൻ എടുത്തു, ലൈക്ക് ഒരു 2 mm 5 mm. ഓക്കെ, ക്ലോസ്ഡ് ആയിരിക്കണം.
സോറി, നമുക്കൊരു ലൂപ്പേ പറ്റത്തുള്ളൂ. എൻ്റെ മിസ്റ്റേക്ക് ആയിരുന്നു. ഇങ്ങനെ തന്നെ പറ്റത്തുള്ളൂ. ഓക്കെ, ഫോളോ ആക്കണമെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് വേറെ വോയിഡ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്, ഞാൻ പറഞ്ഞു. ഇത് ക്ലിയർ അല്ല, ഞാൻ ജസ്റ്റ് ഒന്നുകൂടെ പറയാം. ക്രിയേറ്റ് ബ്ലെൻഡ്. ഞാനൊരു റെക്ടാങ്കിൾ സ്കെച്ച് ചെയ്യുന്നു, എഡിറ്റ് ടോപ്പ് എടുത്തു. ഈ ടോപ്പിൽ ഞാൻ സർക്കിൾ ആണ് റൂട്ട് ചെയ്യുന്നത് ഞാൻ ചോദിച്ചു. ജസ്റ്റ് ഓക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ വന്നു. ഓക്കെ, ഇനി നമുക്കൊരു ചെറിയൊരു ഡിഫ്യൂസർ സ്കെച്ച് ചെയ്യാമെന്ന് വെച്ചു. ഒരു ഡിഫ്യൂസർ, അതിൻ്റെ മേലെ ഒരു പ്ലീനം, എൻ്റെ സൈഡിലെ പ്ലീനത്തിന്റെ സൈഡിലൊരു ചെറിയൊരു കണക്ഷൻ, അങ്ങനെ ഒരു എണ്ണമാണ് ക്രിയേറ്റ് ചെയ്യണമെന്ന് വെച്ചു. ജസ്റ്റ് ബ്ലെൻഡ് എടുത്തു, ഞാൻ ഒരു റെക്ടാങ്കിൾ ഞാൻ ചെയ്യുന്നു. ഒരു 450 by 450. എഡിറ്റ് ടോപ്പ്, എടുത്തു. ഞാൻ 100 ആണ് കൊടുക്കുന്നത്. എനിക്ക് സപ്പോസ് എനിക്ക് ഇതിന് മേലെ ഒരു പ്ലീനം, ചെറിയൊരു പ്ലീനം ബോക്സ് സ്കെച്ച് ചെയ്യണമെന്ന് വിചാരിച്ചിട്ടു. ഞാൻ എന്ത് ചെയ്യുന്നു, ക്രിയേറ്റിൽ പോയി എക്സ്ട്രൂഷൻ എടുത്തു, സെറ്റ് പിക്കപ്പ് പ്ലെയിൻ, ഞാൻ ഈ ഫേസ് പിക്ക് ചെയ്യാം. ഞാൻ പ്ലാനിൽ പോകുന്നു, ഞാനൊരു ചെറിയൊരു ബോക്സ് അങ്ങോട്ട് ഞാൻ ക്രിയേറ്റ് ചെയ്യുന്നു. ഓക്കെ, ഇനി എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു കണക്ടർ, ഇവിടെ ആണെങ്കിൽ ഒരു കണക്ടർ കൊടുക്കണമെന്ന് വിചാരിക്കാം. ഓക്കെ, ഇവിടെ ഒരു കണക്ടർ വേണമെന്ന് വിചാരിച്ചോളൂ. ക്രിയേറ്റിൽ പോകുന്നു. അത് എനിക്ക് വേണ്ട സർ. എക്സ്ട്രൂഷൻ, സെറ്റ് പിക്കപ്പ് ലൈൻ. ഓക്കെ, ജസ്റ്റ് ഈ ഫേസ് പിക്ക് ചെയ്യുക. ഇപ്പൊ ഏതാണ് ഫ്രണ്ട് വ്യൂ ആണ്. ഫ്രണ്ട് വ്യൂ എടുത്തു. സമയം കണ്ടു പോവാ. സർക്കിൾ വരയ്ക്കുന്നു. എടുക്കണം, നമുക്ക് കോളർ ചെറുതാക്കും. ക്ലീനം. ഓക്കെ, മനസ്സിലാവുന്നില്ലേ? എല്ലാ ടൂളും ഒരുമിച്ച് യൂസ് ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ നമുക്ക് മെയിൻ ആയിട്ട് ആവശ്യമുള്ള ടൂൾ എന്ന് പറയുന്നത് ഇത് മാത്രമേ ഉള്ളൂ. എക്സ്ട്രൂഷൻ, ബ്ലെൻഡ്, റിവോൾവ്, സ്വീപ്പ്. ഇത്രയും വെച്ച് നമുക്ക് എന്ത് മോഡൽ വേണമെങ്കിൽ ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, ഇനി ഇതിന്റെ തന്നെ ഇപ്പൊ ഇതെല്ലാം മെറ്റീരിയൽ അഡീഷൻ ആണ്. ഇനിയിപ്പോ മെറ്റീരിയൽ സബ്സ്ട്രാക്ഷൻ, അതായത് വോയിഡ് ഫോംസ്. ഇതിന് തന്നെ വോയിഡ് ആണ്. അത് വോയിഡ് എക്സ്ട്രൂഷൻ, വോയിഡ് ബ്ലെൻഡ്, വോയിഡ് സ്വീപ്പ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇത് ജസ്റ്റ് എന്താ നോക്കാം. ഇതിന്റെ തന്നെ ഇതിൽ മെറ്റീരിയൽ ആഡ് ചെയ്യുന്ന, മെറ്റീരിയൽ റിമൂവ് ചെയ്യുന്നു. സപ്പോസ് എനിക്ക് ഒരു എക്സ്ട്രൂഷൻ, ഇപ്പൊ ഞാനൊരു സർക്കിൾ ഞാൻ സ്കെച്ച് ചെയ്യുന്നു. ഓക്കെ കൊടുത്തു. എനിക്കിതിനകത്തൊരു ഹോള് ക്രിയേറ്റ് ചെയ്യണം. നമുക്കിതാ ക്രിയേറ്റിനകത്ത് തന്നെ വോയിഡ് എക്സ്ട്രൂഷൻ ഉണ്ട്. സപ്പോസ് ഞാനൊരു ഏതെങ്കിലും പ്ലെയിനിൽ ഞാനൊരു സർക്കിൾ ക്രിയേറ്റ് ചെയ്തെന്ന് വെച്ചു. സെക്കൻഡ് റെഫറൻസ് ലെവൽ, വോയിഡ് എക്സ്ട്രൂഷൻ. ഞാനൊരു സർക്കിൾ സ്റ്റോപ്പ് എടുത്തു കഴിഞ്ഞാൽ ഒരു ഹോൾ വന്നിട്ടുണ്ടാവും. ഫ്രണ്ട് വ്യൂ പോയി കഴിഞ്ഞാൽ അറിയാൻ പറ്റും. കണ്ടോ, ഇതിന്റെ ഹൈറ്റ് നമുക്ക് എങ്ങനെയാണെങ്കിൽ എടുക്കാം. ഇത് പോകുന്തോറും അവിടെ ഇങ്ങനെ ഹോൾ ആയിക്കൊണ്ടേയിരിക്കും. ക്ലിയർ ആണോ? ഇതൊരു ഒബ്ജക്റ്റ് പോലെ തന്നെയാണ്. നമുക്കിത് ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പഴയതുപോലെ. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പൊ ഞാൻ ഫ്രണ്ട് വ്യൂ എടുത്തു.
ഞാൻ ഞാൻ void എക്സ്ട്രൂഷൻ എടുത്തു. ഇതിൻ്റെ ഒരു ലൈൻ, ഒരു ക്ലോസ്ഡ് ലൂപ്പ് ചെയ്യാൻ വരയ്ക്കാൻ വെച്ചു. സ്റ്റോക്ക് എടുത്തു കഴിഞ്ഞാൽ അത്രയും പോർഷൻ കട്ടായി പോയിട്ടുണ്ടാവും. നമുക്ക് എങ്ങനെയാണെങ്കിലും കട്ട് ചെയ്തെടുക്കാം. അത് മെറ്റീരിയൽ റിമൂവ് ചെയ്യുക, അത്രേ ഉള്ളൂ. ഒരു ഒബ്ജക്റ്റ് പോലെ തന്നെയാണ് ഇതെനിക്ക്. മിറർ ചെയ്യാം, മൂവ് ചെയ്യാം, എന്ത് വേണമെങ്കിൽ ചെയ്യാം. ക്ലിയർ അല്ലേ? ഇനി ഈ ടൂൾസ് ഇതിനെല്ലാം ഓപ്പോസിറ്റ് വോയിഡ് ഉണ്ട്. ഇപ്പൊ എനിക്ക് വോയിഡ് റിവോൾവ് ഉണ്ട്, എനിക്ക് റിവോൾവ് ചെയ്യണമെങ്കിൽ റിവോൾവ് ചെയ്യാം. പക്ഷെ എനിക്കൊരു ഓപ്പണിംഗ് വേണം. ഞാൻ ജസ്റ്റ് ഒരു അറേ ചെയ്യാം. നടക്കത്തില്ല. ആക്സസ് ലൈൻ ആണെങ്കിൽ ആക്സസ് ലൈൻ വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ അത്രയും പോർഷൻ കട്ടായിട്ടുണ്ടാവും. അതേപോലെ തന്നെ ഈ വോയിഡ് സ്വീപ്പ് നിങ്ങൾ തന്നെ നോക്കുക. ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കിയാൽ മതി. ഡൗട്ട് ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. അവിടെ മെറ്റീരിയൽ റിമൂവ് ചെയ്യും. ഹലോ, മെറ്റീരിയൽ ആഡ് ചെയ്യും, ഇതിനകത്ത് മെറ്റീരിയൽ റിമൂവ് ചെയ്യും. ഓക്കെ, ഇതേപോലെ തന്നെ വോയിഡ് ബ്ലെൻഡ് സെയിം. അത്ര മെറ്റീരിയലും റിമൂവ് ആയി. ഇപ്പൊ നമ്മൾ നേരത്തെ വരച്ച ഒരു ഡിഫ്യൂസർ ഇതിൽ തന്നെ നമുക്ക് വേണമെങ്കിൽ വോയിഡ് ബ്ലെൻഡ് അടിക്കാം. ഇതാ ക്രിയേറ്റ് വോയിഡ് ബ്ലെൻഡ്. നമ്മൾ ആദ്യം ബോട്ടം പ്ലെയിൻ ആണുള്ളത്. അപ്പൊ ജസ്റ്റ് ഞാൻ ഈ ലൈൻ അങ്ങ് പിക്ക് പോയാൽ മതി. ഒരു ഓഫ്സെറ്റ് വാല്യൂ ഒരു 3 mm. ഇൻസേർട്ട് എടുക്കുക. ഓക്കെ, എടുത്തു. എഡിറ്റ് ടോപ്പ്. ഓക്കെ, കൊടുത്തു കഴിഞ്ഞാൽ ഇത്രയും ഭാഗം ഇതായി. ചെയ്ത് നോക്കി കഴിഞ്ഞാൽ ക്ലിയർ ആവും. ഓക്കെ, അപ്പൊ ആദ്യം ഇതൊന്ന്, ഈ ടൂൾസ് ഒന്ന് ക്ലിയർ ചെയ്യുക. പറ്റാവുന്ന ജസ്റ്റ് മോഡൽസ് ഒന്ന് ക്രിയേറ്റ് ചെയ്യുക. നിങ്ങൾ തന്നെ ക്രിയേറ്റ് ചെയ്യുക. കുറച്ച് അറിയാവുന്ന മോഡൽ ജസ്റ്റ് ഒന്ന് ക്രിയേറ്റ് ചെയ്ത് നോക്കുക. അത് കഴിഞ്ഞ് നിങ്ങൾക്ക് പാരാമീറ്റർ ആഡ് ചെയ്യേണ്ടത്, ഒരു പ്രോജക്റ്റിലേക്ക് ഇങ്ങനെ കൊണ്ടുവരേണ്ടത്, അതെല്ലാം നോക്കുക. ഇതൊന്നും ചെയ്ത് നോക്കിയിട്ട് പറയാം. ആ സാർ, ഇതൊന്നും ചെയ്ത് നോക്കിയിട്ട് വരുന്നതായിരിക്കും നല്ലത്. ഓക്കെ, ശരി സാർ, ശരി.